നമസ്കാരം. നമ്മുടെ പൂർവികർ അഭിമാനിക്കുകയും നമ്മുടെ വരും തലമുറ ആദരിക്കുകയും നെഞ്ചിലേറ്റുകയും ചെയ്യുന്ന ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഏവർക്കും റെഡ് കാർപ്പറ്റിന്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിന ആശംസകൾ. So let's begin the show. This is Red Carpet. ചേച്ചി, അപ്പോൾ റിപ്പബ്ലിക് ഡേ ആഘോഷത്തിന്റെ തിരക്കിലാണ് എല്ലാവരും. എന്താണ് ഒരു റിപ്പബ്ലിക് ഡേ എന്ന് പറയുമ്പോൾ ഒരു ഓർമ്മ സ്കൂളിൽ പഠിക്കുമ്പോഴോ, അതായത് NCC അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭാഗമായിരുന്നോ? ഇല്ല, NCCയുടെ ഭാഗമൊന്നും ആയിരുന്നില്ല. സ്കൂളില് നമ്മൾക്ക് റിപ്പബ്ലിക് ഡേയുടെ സ്കൂള് മാത്രമല്ല, നമ്മൾ താമസിക്കുന്ന ആ ഒരു ഏരിയയിലും അവിടെ എല്ലായിടും ഇപ്പൊ റിപ്പബ്ലിക് ഡേ ആഘോഷമാണല്ലോ. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഭാഗമായ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഉള്ളൂ മനസ്സിൽ. ഇങ്ങനെ കുഞ്ഞിലേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരുമ്പോഴാണ് കൂടുതൽ ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യുക. അതുപോലെ ഈ ഇങ്ങനത്തെ ഘോഷയാത്ര, ഈ ദിവസങ്ങളിൽ വരുന്ന ഘോഷയാത്രയിൽ ഭാരതാംബ അങ്ങനെ വേഷം കെട്ടി ഘോഷയാത്രയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, ഇതൊക്കെ സ്കൂളിൽ എല്ലാത്തിനും ഞാൻ പങ്കെടുക്കുമായിരുന്നു. അല്ലാതെ ഇതുപോലെ ഇല്ല. ഇനിയിപ്പോ മക്കളിലൂടെ അതൊക്കെ കണ്ട് അതെ ആഘോഷമാക്കണം. എന്തായാലും ഒരു നല്ലൊരു അമ്മ ഉള്ളിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നതായിട്ട് എനിക്ക് പല സമയത്തും, ഉറങ്ങിക്കിടക്കല്ല, അമ്മയുണ്ട്, ഉണർന്നിരിക്കുകയാണ്. ഈ അടുത്തിടെ ഒരു സംഭവം കൂടി കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ഒന്നും കൂടി ഇമോഷണലി ഞാനത് വിശ്വസിക്കാനും കൂടി തുടങ്ങി. ഞാനിപ്പോൾ ഒരു ഫോട്ടോ കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി അതിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ? ഭയങ്കര കാഷ്വൽ ആയിട്ട് ഹസ്ബൻഡ് എടുത്തൊരു പിക്കാണിത്. കാരണം തമിഴ് മൂവി നമൻ എന്ന് പറഞ്ഞിട്ട് പടം ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സേതുപതിയുടെ ഡയറക്ടർ ആരുണ്ട്. മൂവി ജോയിൻ ചെയ്ത് പൂജയൊക്കെ കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങി വിത്തിൻ ഡേയ്സ് ആണ് ഐ കെയിം ടു നോ ദാറ്റ് ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഫിലിം ഫുൾ ക്രൂ ഇത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? സിദ്ധാർത്ഥ ആയിരുന്നു ഹീറോ. അപ്പോൾ ത്രൂ ഔട്ട് ഞാൻ ആ ഫിലിമിന്റെ ഭാഗമാവേണ്ടതാണ്. അപ്പോൾ ഒരു 7-8 മാസം ഞാൻ ആ സിനിമയുടെ കൂടെ റൺ ചെയ്യണം. ഞാൻ വിചാരിച്ചതിനേക്കാളും 101% മേലെയായിരുന്നു അവരുടെ അക്സെപ്റ്റൻസി. ഭയങ്കര കെയറിങ്, ഭയങ്കര സന്തോഷം. ആ സിദ്ധാർത്ഥ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും റെസ്റ്റ് എടുക്കൂ, വെള്ളം കുടിക്കൂ, എന്താ വേണ്ട അത് വേണ്ട, നമുക്ക് ടൈം എടുത്ത് ചെയ്യാം. എന്താ വെച്ചാൽ ഭഗവാനായിട്ട് ആ ക്യാരക്ടറിൻ്റെ ഒരു പ്രഗ്നൻസി പോർഷൻസ് ഉണ്ട്, അത് ഇവർ ഒറിജിനൽ വയറ് വെച്ച് തന്നെ ഷൂട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കൊച്ചിയിൽ മലയാളം പോർഷൻസ് ഡബ് ചെയ്യാൻ വേണ്ടി പോയപ്പം ഞാൻ ഉറക്കി കിടത്തിയിട്ടാണ് പോയത്. പക്ഷെ 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ പ്രതീക്ഷിക്കാതെ അവൾ എഴുന്നേറ്റ് വന്നു കരഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ നമുക്കൊരു ടൈം സ്ലോട്ട് ഉണ്ടല്ലോ സ്റ്റുഡിയോയിൽ. അപ്പം ഞാൻ വാവെ വെച്ചിട്ട് തന്നെ ഫീഡ് ചെയ്തെടുത്തു. അപ്പോൾ അജയേട്ടൻ ഇങ്ങനെ പറഞ്ഞു, അവൾക്ക് ഷൂട്ടിംഗ് സമയത്തും നമ്മുടെ കൂടെ വേണമായിരുന്നു, ഇപ്പൊ ഡബിങ് സമയത്തും ഒരു കാര്യമില്ലാതെ അവൾ എഴുന്നേറ്റ് നിന്റെ കൂടെ തന്നെ വന്നിരുന്ന് ഡബിങ്ങും ചെയ്തുകൊണ്ടിരിക്കും. വളരെ ക്വയറ്റായിട്ട് ഇരുന്ന് വന്നു. അപ്പോൾ ഇതിന്റെ ഒരു ഓർമ്മയ്ക്കായി ഇങ്ങനെ എടുത്തു. ഞാനതൊരു ചുമ്മാ രസത്തിന് അങ്ങ് FB-ൽ എന്തോ മറ്റോ ഇൻസ്റ്റയിൽ എന്തോ പോസ്റ്റ് ചെയ്തു. പക്ഷെ അത് 2 രീതിയിലും അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു. നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു, പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പിക്ക് എടുത്തിട്ട് ഫേമസ് ആവേണ്ട കാര്യം നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമായി. ഞാൻ എൻ്റെ ഒരു രസത്തിന് ചുമ്മാ പോസ്റ്റ് ചെയ്തതാണ്. അപ്പൊ ആ ഒരു കാര്യം ഭയങ്കര എല്ലാവരും അത് എടുത്തു, നല്ല രീതിയിൽ കൂടുതൽ എടുത്തു എന്ന് പറഞ്ഞ സന്തോഷമുണ്ട്.